മുൻ വീഡിയോകളിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ മത്തായി സുവിശേഷകൻ 23:9 പറയുന്നു, ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ വിശ്വാസികളുടെ ചോദ്യം, പിന്നെ എന്തുകൊണ്ട് കത്തോലിക്ക വിശ്വാസികൾ മെത്രാന്മാരെ പിതാവെന്ന് വിളിക്കുന്നു? പ്രിയ വിശ്വാസികളെ, നിത്യജീവൻ അവകാശപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ സുവിശേഷം അടിസ്ഥാനമാക്കിക്കൊണ്ട് കപടനാട്യക്കാരായ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരായവരുടെ പുറകെ പോകാതെ ക്രൂശിതനിൽ വിശ്വാസമർപ്പിച്ച് സധൈര്യം മുന്നോട്ട് പോകുകയല്ലേ വേണ്ടത്? ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ പത്രോസ് ആകുന്ന പാറയെ സീറോ മലബാർ സഭയുടെ സാത്താൻ ശക്തികൾക്ക് തകർക്കാനാകില്ല. കാരണം അമരക്കാരൻ ക്രിസ്തുവാണ് എന്ന് വിശ്വാസ തീഷ്ണതയുള്ള കുലീനത്വം നിറഞ്ഞ യഥാർത്ഥ ക്രിസ്ത്യാനികൾ പറയുമെങ്കിലും അവരുടെ വിശ്വാസത്തെ ജീർണിപ്പിക്കുവാൻ തിടുക്കത്തിൽ ഇറങ്ങിയിരിക്കുന്നത് സഭാ നേതൃത്വം തന്നെയാണ് എന്ന് സഭയോടൊപ്പം നിൽക്കുന്നവർ ഏറ്റുപറയും. മേജർ സ്ഥാനം അലങ്കരിക്കാനുള്ള ലോട്ടറി അർഹതപ്പെടാത്തവർക്ക് അടിച്ചതോടെ സിറോ മലബാർ സഭ സംവിധാനങ്ങൾ തകിടം മറിഞ്ഞ് സഭ ദുർബലവും കുരങ്ങന്റെ കയ്യിലെ പൂമാലകളുമായി തീർന്നു. അജപാലന സന്ദർശനമെന്ന ഓമന പേരിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ ഇപ്പോൾ നടക്കുന്നത് ആട് കൃഷിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡാണ്. സീറോ മലബാർ സഭയുടെ മേജർ റെപ്പായി മെത്രാനാണ് കഥയും തിരക്കഥയും സംവിധാനവും അഭിനയവും ഏറ്റെടുത്തിരിക്കുന്നത്. കാത്തലിക് സീറോ മലബാർ എപ്പാർക്കി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന ലെറ്റർ ഹെഡിൽ പിരിവ് അഭ്യർത്ഥനയ്ക്ക് പ്രത്യേകിച്ചൊരു ഉത്തരവാദിയില്ലാതെ രൂപത ഫിനാൻസ് കൗൺസിൽ എന്നാണ് വെച്ചിരിക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ മാത്രം തിരുമുഖം കാണിക്കുന്ന മെത്രാൻ ജോസഫ് സ്രാമ്പിക്കൽ കത്ത് ഇങ്ങനെ ഇറക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മേൽ സൂചിപ്പിച്ച വിഷയങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടി ഈ അവസരത്തിൽ സഭാ നേതൃത്വത്തോട് ഏതാനും ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. സീറോ മലബാർ സഭാ സിനഡ് നേതൃത്വം ഒന്നടങ്കം അസാധുവായി പ്രഖ്യാപിച്ച കുർബാന ഇപ്പോഴും തുടരുന്നതിന് ഉത്തരവാദികൾ ആരെല്ലാമാണ്? ലോകം മുഴുവനും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന മേജറോ, അഡ്മിനിസ്ട്രേറ്ററോ, ചാൻസലറോ, സെക്രട്ടറിയോ, കൂരിയ മെത്രാനോ, കൂരിയ അംഗങ്ങളോ, ക്രൈസ്തവ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന കൂട്ടുകൃഷിക്കാരായ അൽമായരോ, അതോ സഭയുടെ മീഡിയ നേതാവോ? സീറോ മലബാർ സഭയുടെ വളർച്ച ലക്ഷ്യം കണ്ടുകൊണ്ടായിരുന്നു വത്തിക്കാൻ സീറോ മലബാർ സഭയെ സ്വയം ഭരണാധികാര സഭയായി ഉയർത്തിയത്. പക്ഷേ സംഭവിച്ചതോ നേരെ മറിച്ചു. സഭയുടെ കുർബാന വിഷയത്തിൽ വത്തിക്കാനും മാർപ്പാപ്പയും മാത്രമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അൽമായരോടൊപ്പം ഉള്ളത്. പരിശുദ്ധ സിംഹാസനം നടപടിക്രമങ്ങളൊക്കെ വളരെ കൃത്യതയോടെ സഭാ ആസ്ഥാന കാര്യാലയത്തിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും സഭാ നേതൃത്വങ്ങൾ അതെല്ലാം ഒളിപ്പിച്ചിരിക്കുകയാണ്. ബോംബെ ബിഷപ്പായ ഒസ്വാർഡ് ഗ്രേഷ്യസിനെയും മറ്റ് 2 പേരെയും ചേർത്ത് എറണാകുളത്തിന്റെ ഭരണ ചുമതല നിയമനം നടത്തിയത് ഔദ്യോഗികമായി അതിരൂപതയിലെ ദൈവജനത്തെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം വിശ്വാസികൾ ആരോട് ചോദിക്കും? ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കണം എന്നതിൽ സഭാവിശ്വാസികൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ സഭ അനുശാസിക്കുന്ന രീതിയിലുള്ള ആരാധനക്രമം പാലിക്കണമെന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ നിബന്ധനകൾക്ക് വിധേയപ്പെട്ടായിരിക്കണമെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേ കൽപ്പനയെ ധിക്കരിക്കാനായി പാമ്പ് മെത്രാൻ എറണാകുളത്തിന്റെ അട്ടിപ്പേർ ഏറ്റെടുത്തുകൊണ്ട് വിമതരുമായി നടത്തിയ രഹസ്യ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ മേജർ റപ്പായിയും പുത്തൂരാനും മാത്രമായിരിക്കും. ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കേണ്ടിയിരുന്ന സമയത്ത് കൊടുക്കാതിരുന്നതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം സഭാ നേതൃത്വം ഏറ്റെടുക്കണം. ഒപ്പം തന്നെ സഭയുടെ കുർബാന വിഷയങ്ങളുടെയും. സഭയുടെ കുർബാന വിഷയത്തിൽ സിനഡ് തീരുമാനങ്ങൾക്കെതിരെ വിയോജനക്കുറിപ്പിറക്കിയ മെത്രാന്മാരാണെന്ന കാര്യത്തിൽ വിശ്വാസികൾക്ക് വ്യക്തതയുള്ളതാണ്. എറണാകുളം അതിരൂപതയിൽ സിനഡ് മെത്രാന്മാരുടെ ആവശ്യമില്ല എന്നതാണ് വിശ്വാസികളുടെ ഏക അഭിപ്രായം. കാരണം സീറോ മലബാർ സഭ ഇപ്പോൾ വലിയ കോർപ്പറേറ്റുകളുടെ കൈകളിലാണ്. അന്നാ പെസഹ തിരുനാളിൽ എന്ന പാട്ടുപാടി
സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നടക്കുന്നവർ സഭാവിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് ചാരിറ്റി എന്ന പേരിൽ വിവിധ സ്ഥാപനങ്ങൾ തുടങ്ങി. തൽഫലമായി മെത്രാന്മാരും വൈദികരും അവരുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തുകയും സഭയെ തളർത്തുകയുമാണ് ഉണ്ടായത്. തട്ടിൽ റെപ്പായി വന്നപ്പോൾ സഭ തളർന്നു. 32ാമത്തെ സിനഡിൽ യാതൊരു സ്ഥാനവും ലഭിക്കാതെ കട്ടിലും കിടക്കയുമായി തലശ്ശേരിക്ക് തിരിച്ചുപോയ മെത്രാൻ എറണാകുളം അതിരൂപതയുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കേണ്ട എന്നാണ് സഭയിലെ ഓരോ വിശ്വാസികളുടെയും അഭിപ്രായം. വിശ്വാസികൾക്ക് ഭൂമിയിൽ പിതാവെന്ന് വിളിക്കാൻ ഒരേ ഒരു ആളേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ പിതാവ് മാത്രം. മറ്റൊന്ന്, എറണാകുളം അതിരൂപതയിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സേവ് എ ഫാമിലി എന്ന സ്ഥാപനത്തിന്റെ പേരിൽ ദുരൂഹതകൾ ഈ അവസരത്തിൽ കേൾക്കുവാനിടയായി. ചാരിറ്റിയുടെ പേര് മാറ്റി സേവ് ഫാമിലി പ്ലാൻ ഇന്ത്യ എന്ന് രജിസ്റ്റർ ചെയ്തത് എന്തുകൊണ്ട്? ഈ സ്ഥാപനം എറണാകുളം രൂപതയുമായി നിലവിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സഭാവിശ്വാസികളുടെ ചില സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിന്റെ ഡയറക്ടറും പ്രസിഡന്റും സെക്രട്ടറിയും മറുപടി പറയുമോ? ഈ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായുള്ള പ്രോജക്റ്റുകൾ കേരളത്തിൽ എവിടെയൊക്കെ നടത്തിയെന്ന് പറയുവാൻ, അത്തരം കാര്യങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്തുവാനും പ്രസിദ്ധീകരിക്കുവാനും സ്ഥാപനം തയ്യാറാകുമോ? മേൽപ്പറഞ്ഞ സ്ഥാപനത്തിന്റെ നാളിതുവരെ ഉള്ള കണക്കുകൾ സഭാ സൂനകദോസിന്റെയും സീറോ മലബാർ സഭയുടെയും നേതൃത്വത്തിൽ സമഗ്രമായ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുമോ? അതിരൂപതയിലെ നിർധനരായ അൽമായ വിശ്വാസികൾക്ക് സേവ് ഫാമിലി പ്ലാനിലൂടെ എന്ത് സഹായങ്ങളാണ് നൽകിയിട്ടുള്ളത്? വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്തിക്കേണ്ടി വരുമെന്ന് സഭാ വിശ്വാസി സമൂഹം സൂചനകൾ പുറത്തുവിടുന്നു. പ്രധാനമായും ഇത്തരത്തിലൊരു അന്വേഷണങ്ങൾ ആരംഭിച്ചാൽ പ്രാരംഭഘട്ടത്തിൽ സഭയുടെ കുർബാന വിഷയം പരിഹരിക്കാൻ മെത്രാൻ സമിതി വിശ്വാസികളിലേക്ക് സ്വയം ഇറങ്ങി വരും. സഭാ സിനഡ് ദുർബലമാണെങ്കിലും സഭയുടെ കുർബാന വിഷയത്തിൽ സമവായം ഉണ്ടാകില്ല എന്ന് തന്നെ വിശ്വാസികൾ വെളിപ്പെടുത്തുന്നു. സീറോ മലബാർ സഭയുടെ സ്വയം ഭരണാധികാരം നിലനിർത്തുവാൻ വത്തിക്കാൻ സംഘം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് റോമിൽ നിന്നുള്ള അറിയിപ്പുകൾ പുറത്തു വരുന്നത്. വത്തിക്കാനിൽ നിന്നും നേരിട്ട് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണമെന്ന് തന്നെയാണ് സഭാവിശ്വാസികളുടെ ആവശ്യവും. അൽമായരിലൂടെ മെത്രാന്മാർക്കും വൈദികർക്കും അറിവ് പകർന്നു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് സീറോ മലബാർ സഭ നേരിടുന്ന കടുത്ത വെല്ലുവിളി. സഭയിൽ നീതി നിഷേധം തുടരാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് അടിവരയിട്ട് സൂചിപ്പിക്കുന്നു. കുർബാന വിഷയം സങ്കീർണമാക്കാതിരിക്കാൻ മെത്രാന്മാർ ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയോടെ ഹെബ്രായർ 11:25 പറയുന്നു, പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവനിഷ്ടപ്പെട്ടത്. ഈ സന്ദേശങ്ങളിലൂടെ കാര്യങ്ങളെല്ലാം സഭാ നേതൃത്വത്തിന് വ്യക്തമായി എന്ന ബോധ്യത്തോടെ എന്നെ ശ്രവിച്ച സഭാവിശ്വാസികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഞാൻ തോമസ് കാഞ്ഞിരത്തിങ്കൽ, സെന്റ് തോമസ് കോട്ടയ്ക്ക ഫൊറോൻ ചർച്ച്, നോർത്ത് പറവൂർ.